ഗേസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ബേബി ഇൻ യെല്ലോ. ഗേസ് നിങ്ങൾക്കറിയാമായിരിക്കും ഗെയിം ഒരു കൊച്ചിനെ നോക്കുന്നൊരു ഗെയിമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഹൊറർ ഗെയിമാണ് ഗേസ്. നമ്മുടെ ഒരു ഹൊറർ ഗെയിമായിട്ട് കളിക്കാൻ പോവുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗേസ് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ അതൊരു ലിഫ്റ്റിലങ്ങാണ്ടാണ് ഗേസ്. ഞങ്ങളുടെയൊക്കെ ഇംഗ്ലീഷ് എഴുതി കാണിക്കുന്നുണ്ട്. ടേക്ക് എ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലാണ് ഗേസ്. ക്രിസ്മസിൻ്റെ ഇവൻ്റ് അങ്ങോട്ട് കിടക്കുകയാണ് കേസിനകത്ത്. എന്തോ ചെയ്യണം നമ്മൾ? ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതാണോ? നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഏതാ? എക്സിറ്റ് എലവേറ്റർ, അത് നമ്മൾ ചെയ്തതാ. ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് ഏതാ നമ്മുടെ? ഇതുമല്ല, കാർഡെങ്ങനെ കിടപ്പുണ്ട്. നമ്മളിത് ഏതാ കേസ്? ഇതാന്ന് തോന്നുന്നു നമ്മുടെ. ഒന്നും മനസ്സിലാവുന്നില്ല, തുറക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെ നോക്കിയിട്ട് എനിക്ക് സംഭവം മനസ്സിലാവുന്നില്ല ചേച്ചി. ഞാൻ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. അല്ല, സെർച്ച് ചെയ്യണ്ട, ഒന്ന് നോക്കാം, നമുക്ക് ഒന്നും കൂടി ഒന്ന് തരിക. ഇതാണ് പെട്ടി അടിപ്പോണ്ടല്ലോ കേസ്. പെട്ടിക്കകത്താണോ? ഇതുമല്ല, ഒന്നുമല്ല കേസ്. പിക്കപ്പ് റാമ്പ് തുറക്കണോ? എന്ത് ചെയ്യണം? ഇത് എന്ത് ചെയ്യണം? ഞാൻ തറയിടണോ? എന്നിട്ട് ഇതെന്ത്? ലോക്ക്ഡ് ചെക്ക് അണ്ടർ പ്ലാന്റ് പോട്ടോ? എന്തോ സംഭവം? എന്തോ ചെക്ക് അണ്ടർ പ്ലാന്റ് പോട്ട് അങ്ങോട്ട് ചെയ്യണമായിരിക്കും. പിക്കപ്പ് റാമ്പ്. ഇതെന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ പറയുന്നത്. ചെക്ക് അണ്ടർ ദ പ്ലാന്റ് പോട്ട്. ഇത് പ്ലാന്റ് പോട്ട് ചെക്ക് ചെയ്യണോ? ഇവിടെ പ്ലാന്റ് പോട്ട് എടുക്കാൻ പറ്റുമോ? പിക്കപ്പ് പ്ലാന്റ് പോട്ട്. കീ നടക്കുന്നത്. ഐ സി, ഇപ്പോഴാണ് മനസ്സിലായത്. ഏത് ബാഗ് തുറക്കണം? നമുക്ക് ഇത് തുറക്കാൻ പറ്റുമോ? നമ്മുടെ താക്കോൽ ഇതാന്ന് തോന്നുന്നത്. ഓക്കെ, യെസ്, തുറക്കുന്നു. നമ്മുടെ ബേബി, നമ്മുടെ കുഞ്ഞു അതുകൊണ്ട് ഇവിടെയാണ് കേസ്. ഇതാണ് ബേബി, ദി ബേബി ഇൻ യെല്ലോ. ഇവിടുന്ന് തുടങ്ങുന്നു കേസ്. കേസിന് പരസ്യം വല്ലതും വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നെറ്റ് ഓഫ് കേസ് പറഞ്ഞതേ ഉള്ളൂ. യെസ്, നമ്മൾ നെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് കേസ്. നീ അറിഞ്ഞൂടെ? ഇനി എന്തെങ്കിലും പെർമിഷൻ ആണെങ്കിലും നെറ്റ് എങ്ങാണ്ട് ചോദിക്കാൻ അറിഞ്ഞിട്ട് കേസ്. ഒരു പക്ഷേ നെറ്റ് ഓൺ ആക്കുവാണെങ്കിൽ ആടെങ്ങാനും കയറി വന്നാൽ എന്നോട് ക്ഷമിക്കണം. നമുക്ക് പേരോട്ട് പോകാം. നമ്മുടെ ബേബി ഇവിടെ ഇരിപ്പുണ്ടല്ലോ കേസ്. ബേബി ഹൈ. പിക്കപ്പ് ബേബി വേണ്ട. നമുക്ക് നൈറ്റ് 1 ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ബോട്ടിൽ എടുക്കണം. ഇനി ഫ്രിഡ്ജ് ഇതവിടെ ആണ്ടിരിക്കുന്നു. കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ വന്നത്. ഫ്രിഡ്ജ് നോക്കുമ്പോൾ കൊച്ചിന് കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലേ. ഇതൊക്കെ കഴിക്കും കൊച്ച്. ഉള്ളിലേക്കാണ്, സവാളയൊക്കെയാണ് കൊച്ചിന് ഭക്ഷണം. എന്തെങ്കിലും അവിടെ നമുക്ക് കൊച്ചിന് കൊടുക്കാം. ഫീഡ് ദ ബേബി കൊടുത്തിരിക്കുന്നു. അടുത്തത് ചേഞ്ച് ദ ബേബി, ടേക്ക് ദ ബേബി ടു ടേബിൾ. ബേബിയുടെ വരുന്ന കേസ് എന്താ കണ്ടോ? ഡൈപ്പറിൽ നിന്ന് എവിടാന്ന് തോന്നുന്നു. ടേക്ക് ദ ചേഞ്ചിങ് ടു ടേബിളോ? ചേഞ്ചിങ് ടേബിൾ എവിടെ? ഇതാണോ? ഇതല്ലേ? ഇതാന്ന് തോന്നുന്നു കേസ്. റേസ് ദ ടോയ്ലറ്റ്. എടുത്തിടണ ബേബി. എന്തോ ബേബി എടുത്തിട്ട് എന്ത് സംഭവം? ഇതാന്ന് തോന്നുന്നു കേസ്. ചേഞ്ചിങ് മാറ്റ്. ഇതുമല്ലേ? അതാണ്ടേ ഡയപ്പർ എവിടെ നിന്ന് എടുക്കണമായിരിക്കും നമ്മൾ. ബേബിയുടെ ഡയപ്പർ ഇതെടുക്കുക. ഇത് ബേബി കാണുന്നില്ല കേസ്. ബേബിൻ്റെ നമ്മൾ ബേബിയെ കാണുന്നില്ല കേസ്. അതാ നിൽക്കുന്നത്. ഇതിന് നേരെ എവിടെ കൊണ്ടിട്ട കേസ്? കൊടുത്ത്. ടേക്ക് ദ ബേബി ടു ബെഡ്. അതിന് ബെഡ് എവിടെ പോയി നോക്കണം? ബെഡൊന്നും ഇവിടെ ഇല്ല കേസ്. ബെഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ. സ്റ്റെപ്പ് കയറിപ്പോൾ നമുക്ക് ബേബി. നമ്മൾ ബേബി നോക്കാൻ വന്നൊരു അസിസ്റ്റൻ്റാണ് കേസ്. അസിസ്റ്റൻറ്റ് ഇതല്ലേ? ഇത് വേറത്തെ സ്ഥലം കണ്ട. ബേബിയുടെ മുഖം ഇരിക്കുന്നുണ്ട്. ഉണ്ണ കണ്ണ്. പിക്ക് ദ ബേബി. തുറക്കണം കേസ്. തുറന്നിട്ട്
ബേബി ഇവിടെ ഇട്ടിട്ട് അതാണ് ബേബിയുടെ സ്ഥലം. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗണോ? സ്റ്റോറി ബുക്ക് എടുക്കണം ഗീസ്. ഇതാ തോന്നുന്നു സ്റ്റോറി ബുക്ക്. ഇവിടെ നിന്ന് സിറ്റ് ഡൗൺ ചെയ്യണം നമ്മൾ. സിറ്റ് ഡൗൺ നമ്മൾ കൊടുത്തിരിക്കും. പ്രിൻസ് ആൻഡ് ദ റാറ്റതാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ. എക്രോസ് നമുക്കിതൊന്നും വയ്യ സമയമില്ല. ഇതൊക്കെ പോട്ടെ ബേബി മതി കുറച്ച് കഥ കേട്ടത്. പോട്ടെ കഥ മാറ്റി. ബേബി ഉറങ്ങിയെന്ന് തോന്നുന്നു. ബേബി ഉറങ്ങി. നമ്മൾ ലീവ് ദ ക്ലോസ് ദ ഡോറ് നമ്മൾ പോകണം. നമ്മൾ തന്നിട്ട് ക്ലോസ് ചെയ്യരുത്. നമ്മൾ ബേബി അസിസ്റ്റൻ്റാണ്. അതല്ല എനിക്ക് സംശയം ബേബി. ബേബി എങ്ങനെയാണ് കേസ് വന്നത്, അവിടെ നിന്ന് കിടന്നത്? അറിഞ്ഞൂടാ. ഇതൊരു ഹൊറർ ഗെയിം അല്ലേ, എന്തെങ്കിലും ടിസ്റ്റ് കാണും. അടുത്ത് നമുക്ക് ടാസ്കിലോട്ട് പോകാം. നമ്മുടെ വാച്ച് ദ ടി വി ഓൺ ദ സോഫ. നമുക്ക് ടി വി കാണാം. ഗേസ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഉറങ്ങി ഇവിടെ കിടന്ന്. എന്ത് കേസ്, ഒരു പുലി അവിടെ കിടന്ന് മിന്നുന്ന്. കണ്ണടച്ച് നമ്മൾ ഉറങ്ങി. നമ്മൾ എണ്ണിച്ച് നമ്മൾ രാവിലെ ആയെന്ന് തോന്നുന്നു കേസ്. സെറ്റിൽ ബേബിയോ? ഇത് സെറ്റിൽ ബേബി എന്ന് പറഞ്ഞാൽ എന്താ കേസ്? ബേബി വീടുകൾ വന്നോ ഇനി? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. മേലോട്ട് കയറി പോയിട്ട് വരാം. സെറ്റിൽ എ ബേബി അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ബേബി ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല, ബേബി കാണാനില്ല. അങ്ങനെ ഇരിപ്പുണ്ടോ? കേസ് ബേബി കാണാനില്ല. ഇവിടെ അങ്ങനെ ഉണ്ടോ? ബേബി ഇല്ലേ? വേറെ ബേബി ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ അങ്ങനെ കയറിയല്ലേ കൊച്ചു ഭയങ്കര സീനാ. ഇവിടെ ഒന്നും ഇല്ല. ബേബി കാണാനില്ലല്ലോ. ഫ്രീ സോൾ. ബേബി ഇവിടെ അല്ല. സെറ്റിൽ ടേക്ക് ബേബി ടു ബെഡ്. പിന്നെ ബേബി തിരിച്ചു വന്നോ? ഇതെന്ത് കേസ്? ഗെയിമിനെന്ത് പറ്റി? ബേബി ടേക്ക് ബേബി ടു ബെഡ്. ബേബി ബെഡി കൊണ്ട് കിടത്തണ്ടെന്ന് പറഞ്ഞത്. രാത്രി ബേബി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഗെയ്സ് ഈ വീട്ടിൽ പേരുണ്ട് ഗെയ്സ്. നമുക്ക് വാതിലോട് ഓടാം. യുവനാണെങ്കിൽ ഇല്ലേ? ലിഫ്റ്റ് എനിക്കിവിടെ നിൽക്കണ്ട. എനിക്ക് ജീവനോട് ജീവിക്കണം ഗെയ്സ്. തുറ കാളല്ല പറ്റോ. വീട്ടിൽ നിന്ന് ജീവൻ വേണമെങ്കിൽ ഓട്ട്. ഇത് വർക്കല്ല കേസ്. അയ്യോ, ഇത് വർക്കല്ല. പോവാനും പറ്റത്തില്ലല്ലോ കേസ്. നമ്മൾ പെട്ട് നമ്മളീ ഞാനിങ്ങ ആ ബേബിയുടെ നോക്കാനേ പോകുന്നില്ല. ഈ ബേബിയുടെ കരച്ചിട്ട് കേൾക്കുന്നുണ്ട്. നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചല്ലേ. നോക്കാം. നമുക്കിട്ട് തോന്നി വന്നോടാന്നും പറഞ്ഞ് കയറി ചെല്ലാം. ഈശ്വര കാത്തോളേ. അയ്യോ കണ്ടാ കണ്ണ് കണ്ട കേസ്. കണ്ണ് കാണുമ്പോഴേ അറിഞ്ഞൂടെ. ബേബി കൊണ്ടുപോകണം. ഇനി ബേബിയുടെ കണ്ണോട്ട് നോക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. എന്നെ ഞങ്ങൾ നീ ഇടിച്ചിട്ട് പരുവ അട്ടങ്ങി ഒട്ടിങ്ങി ഇവിടെ കിടന്നോളാം. എൻ്റെ വലിയ വാഷിംഗ് മെഷീനിലോട്ട് ഞാൻ കിടത്തു തന്നെ. അവിടെ കാണും കടാ. ഡോറടാ. വാഷിംഗ് മെഷീൻ ഓണം കേട്ട്. ഇവിടെ കാണും കിടന്ന്. ഇവിടെ ഇങ്ങനെ ഇട്ടേ അലക്ക്. നച്ചിട്ട് ക്രൂരൻ. കറങ്ങിയോ ചത്തോ? കണ്ണിനൊക്കെ എന്തൊക്കെയോ പറ്റി. ബേബി നമ്മളത് വിളിച്ചിട്ടുണ്ട്. ഈ മേലെ അയ്യോ തറവന്ന് മരിച്ചുപോയി. യെസ്, നമ്മളിങ്ങനെ ചെയ്യരുത്. ബേബിയുടെ വീട്ടുകാരൊന്നും അറിയരുത് ഈ കാര്യം. കടാ. ഇത് പിടിച്ചിട്ടാണ് കുട്ടി കറക്റ്റ് കിട്ടുമോ ക്ലോസ്. എന്തോ ചെയ്യുന്നത്? പുട്ട് കറക്റ്റ് ഫ്ലുഷി ഇൻ ദ കോട്ടോ. അതെന്തോ സംഭവം?
മനസ്സിലാവുന്നില്ല ഈ എന്ത് സംഭവം സംഭവം വരുന്നില്ല. ക്ലോത്ത് എന്തോ സംഭവം ഇത് ബേബി, ഇതെന്താ ഈ സംഭവം മനസ്സിലാവുന്നില്ല ബേസ്. ട്രെയിൻ ട്രാക്ക് എനിക്കൊന്ന് ഇപ്പോൾ മനസ്സിലായി ചേച്ചി. ഈ പ്ലഷി എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ പേരും തരുന്ന ഈ ഷീപ്പിനെ കൊടുക്കണം, ഇതിനാണ് വേണ്ടത് ഈ ബേബി പറയുന്നത്. ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്. പറന്നു പോയത് തറയെ വീണ് കേസത്. ബേബി പഞ്ഞ സാധനം എടുത്ത് എറിഞ്ഞാന്ന് തോന്നുന്നു. എടാ നേരെ നിറ നിന്ന് എടുക്കുന്നുമില്ല. ദേഷ്യം കയറി വരുന്നേ. കറക്റ്റ് ഇവിടെ വെക്കണമെന്നാണ് പറയുന്നത് കോട്ടിൻ്റെ കൂടെ. എടാ ഇടത് എറിയാരി ബേബി, എനിക്ക് ദേഷ്യം വരുന്നു. വേണമെങ്കിൽ എടുത്താൽ മതി. ഇത് തന്നെയാണ് പ്ലുഷി. ഏത് പ്ലുഷിയാണ് വേണ്ടത്? പുട്ടുക കറക്റ്റ് പ്ലുഷി ഇൻ ദ കോട്ടോ. സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല കേസ്. ബേബി ആണെങ്കിൽ കളയുകയും ചെയ്യുന്നു, നേരെ വെക്കുന്ന സമ്മതിക്കുന്നില്ല. ഇവിടെയാണ് പ്ലുഷി ഉണ്ടോ? ഇതാണ് ഈ പിക്കപ്പ് റബ്ബർ ട്രക്കാണോ? ഇതൊന്നും വേണ്ട. ഇതിനെന്ത് സംഭവം മനസ്സിലാവുന്ന കേസ്. ഇനി ഇതാണോ ബേബി പുഷാണോ? അതുമല്ല, ഇതാണ്. അത് ഗ്ലോ പൊക്കുന്ന മനുഷ്യൻ ദേഷ്യം വരുന്ന കേസ്. ഇതെന്ത് സംഭവം? അത് മാറ്റിക്കളായിട്ട് കളിയിട്ട് എവിടെ പോയി. ബേബി നിങ്ങൾക്ക് എന്താ പിന്നെ വേണ്ടത്? ഞാൻ തമ്മിൽ നിങ്ങൾക്ക് വേണ്ടല്ലേ? ബേബിക്ക് എന്തെന്നല്ല വേണ്ടത്. ഇത് മാറ്റി ക്യാറ്റിൻ്റെ വിളിച്ച് നോക്കട്ടെ. അത് മതി. ഇത്ര നേരത്തെ കഷ്ടപ്പാടാ. അത് കളിച്ച് കൂടുതൽ ഡോർ ക്ലോസ്. അങ്ങനെ പോകുന്നു നമ്മൾ തിരിച്ച്. രാത്രി ഇനി ബേബി ഉണരില്ലേ, കിടന്നുറങ്ങിട്ട്. വാച്ച് ദ TV ഫ്രം ദ സോഫ. ഗേസ്, ഇത് ഗെയിം പാർട്ട് 1 ആയിട്ട് എടുക്കുന്നുള്ളൂ. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായോളെ നമ്മുടെ വീഡിയോ ഒരു 20 മിനിറ്റേക്കകം 20, 18, 15 മിനിറ്റകം വെച്ച് നിർത്തും. ഇത് പാർട്ട് 1 ആണ് ഗേസ്. ലൈവായിട്ടായിരിക്കും വിടുന്നത് ഈ ഗെയിം ലോഡി. അങ്ങനെ ഗേസ് പാർട്ട് 1 കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർട്ട് 1 ഇത്രയേ ഉള്ളൂ ഗേസ്. നമുക്ക് ഇത്രയും മതി തൽക്കാലം തന്നെ. ഇനി അടുത്ത് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.